പത്തോണം 10 വിഭവങ്ങളുമായി 10 രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതായത് ക്യാരറ്റും അരിയും വെച്ചിട്ടൊരു പായസമാണ്. അപ്പോൾ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിറ്റിയിൽ നിന്ന് കിട്ടിയ അരി എടുത്തിട്ടുണ്ട് ഒരു ബൗള്. പിന്നെ 2 പാക്കറ്റ് പാല്, പിന്നെ കുറച്ച് നെയ്യ്, അതുപോലെ തന്നെ ഒരു ബൗൾ നിറയെ പഞ്ചസാര, പിന്നെ കാഷ്യൂസ്, പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചത്, അത് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചത്. അരി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് നെയ്യ് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിനിടയ്ക്ക് നമ്മളൊരു 2 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ക്യാരറ്റിലേക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് അടിച്ച് വെച്ചത് ചേർക്കാൻ പറ്റുള്ളൂ. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് അടിച്ച് വെച്ചതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് അടിച്ച് വെച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പകുതി വേവിച്ച് വെച്ച അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി നമുക്കതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ക്യാരറ്റ് അരിപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ വക ഹാപ്പി ഓണം.